നല്ല ദാസൻ എന്നു കേൾക്കാൻ ആഗ്രഹിച്ചിടാ. യേശുവിൻ്റെ പ്രവൃത്തികളും യേശുവിൻ്റെ രീതികളൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഇവൻ നിയമങ്ങളൊക്കെ തെറ്റിക്കാൻ വന്നവനാണോ അതോ നിയമങ്ങളൊക്കെ മാറ്റാൻ വന്നവനാണോ? ഇങ്ങനൊരു തെറ്റിദ്ധാരണയുടെ സ്വരം എല്ലായിടത്തും ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും കരുതിയിരിക്കുന്നത് ഞാൻ ഈ നിയമങ്ങളൊക്കെ മാറ്റാൻ വന്നുവെന്നാണ്. അല്ല, ഞാൻ പൂർത്തീകരിക്കാനാണ് വന്നത്. എന്നിട്ട് യേശു പറയും, ആകാശവും ഭൂമിയും കടന്നു പോകും, പക്ഷേ ഈ നിയമത്തിലെ വള്ളിയോ പുള്ളിയോ മാറ്റപ്പെടുകയില്ല. എന്താണ് യേശു ഉദ്ദേശിച്ചത്? ഈ വള്ളിയോ പുള്ളിയോ എന്ന വാക്കുകളെ കൊണ്ട് യേശു മനസ്സിലാക്കിയത് എന്താണ്? പഴയ നിയമം എഴുതപ്പെട്ടത് ഹീബ്രു ഭാഷയിലാണ്. ഹീബ്രു ഭാഷ പഠിച്ചവർക്ക് വളരെ മനോഹരമായിട്ട് അറിയാം. അത് അറബിക് വേർഡ്സ് ആണ്. അതായത് കുറേയധികം വള്ളിയും പുള്ളിയൊക്കെ അതിനകത്തുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, സെമിനാരിയിൽ ഹീബ്രു പഠിച്ച അവസരത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടോടുകൂടി പഠിച്ച ഒരു വിഷയം ഹീബ്രു തന്നെയായിരുന്നു. കാര്യം ഗ്രീക്ക് പോലും പഠിക്കാൻ അല്പം എളുപ്പമാണ്, പക്ഷേ ഹീബ്രു കുറച്ചും കൂടി പാടാണ്. അതിന് കുറേ വള്ളിയും പുള്ളിയും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഒരു ഡോട്ട് മാറിപ്പോയാൽ വാക്കിൻ്റെ അർത്ഥം മാറിപ്പോവും. ഒരു കോമ മാറിപ്പോയാൽ കാര്യം വേറെന്തോ ആയിപ്പോവും. അപ്പോൾ വളരെ കൃത്യമായിരിക്കണം ആ ഡോട്ട് ഇടുന്നതും കോമ ഇടുന്നതൊക്കെ. പിന്നീട് വായിക്കുന്ന രീതിയിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ വായിക്കുന്നത് പോലെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടല്ല ഹീബ്രു വാക്ക് വായിക്കുന്നത്, തിരിച്ചാണ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധാരണ രീതിയിൽ നിന്ന് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഹീബ്രു പഠിക്കാൻ. യേശു ഉദ്ദേശിച്ച അതാണ്. പഴയ നിയമത്തിലെ നിയമങ്ങളൊക്കെ എഴുതപ്പെട്ടത് ഹീബ്രു വേർഡ്സിലാണല്ലോ. ആ ഹീബ്രു വേർഡ്സ് ആയതുകൊണ്ട് തന്നെ അതിൽ ഒരു കാര്യം മാറിപ്പോയാൽ അർത്ഥം മാറിപ്പോവും. യേശു പറയുന്നത് ഇതിലൊരർത്ഥവും മാറിയിട്ടില്ല, കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. ഈ അർത്ഥം മാറാതെ നിയമങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഈ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിലാണ് പലർക്കും തെറ്റുപറ്റിപ്പോയത്. യേശുവിന് ഈ അർത്ഥം വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. എന്തിനാണ് ഈ നിയമം, എങ്ങനെയാണ് ഈ നിയമം, എന്തിൻ്റെ ആവശ്യത്തിലാണ് ഈ നിയമം, ഇത് യേശുവിന് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതാണ് യേശു പറഞ്ഞത്, അതിൻ്റെ അർത്ഥമൊന്നും നിങ്ങൾ മാറ്റണ്ട, ഇതിൻ്റെ സാഹചര്യങ്ങൾ മാറ്റണ്ട, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം നിയമം എന്താണെന്ന്. ഈ അക്ഷരങ്ങൾ അതുപോലെ കിടക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ പോയ കുറേ മനുഷ്യരുടെ ഇരുന്ന് ക്രിസ്തു സംസാരിക്കുകയാണ്. ആ കാലഘട്ടത്തിന് പറ്റിയ തെറ്റെന്താണെന്ന് ചോദിച്ചാൽ ഈ നിയമത്തിൻ്റെ ആവശ്യം എന്തിനെന്ന് അവർ മനസ്സിലാക്കിയില്ല. യേശുവിന് അത് മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് യേശു പറഞ്ഞു, ഇതൊക്കെ പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യം കൂടി മനസ്സിലാക്കി തരാനാണ് ഈ ഭൂമിയിൽ ഞാൻ വന്നത്. ഈ അക്ഷരങ്ങളായി കാണുന്നതിനേക്കാളും അപ്പുറം അതിനകത്തെ കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അക്ഷരങ്ങളെ അക്ഷരമായി മനസ്സിലാക്കിയവർ അത് അതേപടി വായിക്കും, അതേപടി ജീവിക്കാൻ നോക്കും. പക്ഷേ അതിൻ്റെ കാര്യം മനസ്സിലാക്കാത്തവർക്ക് ഇപ്പോഴും അത് വെറും അക്ഷരം മാത്രമാണ്. അക്ഷരത്തിൻ്റെ അപ്പുറത്തേക്ക് കാര്യം മനസ്സിലാക്കിയ ഒരു ക്രിസ്തുവിനെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തു ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടതും ഈ അക്ഷരങ്ങളെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ വചനം മാംസമായത്. ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു അക്ഷരങ്ങളൊക്കെ ഇനി ജീവൻ വയ്ക്കണം. അതുകൊണ്ട് ക്രിസ്തു വചനം മാംസമായി ധരിച്ചു. പഴയ നിയമത്തിലെല്ലാം അക്ഷരങ്ങളായിരുന്നു. അക്ഷരങ്ങൾ പിന്നീട് ജീവൻ വെച്ചതാണ് ക്രിസ്തു. ആ ജീവനാണ് പിന്നീട് ഈ ഭൂമിയെ നയിച്ചതും പരിപാലിച്ചതും. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ പലതും അക്ഷരങ്ങളായി മാത്രം നിൽക്കുന്നുണ്ട്, വാക്കുകളായിട്ട് മാത്രം നിൽക്കുന്നുണ്ട്. നമ്മളൊക്കെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എഴുതി കൊടുത്ത ചില വാക്കുകൾ ഓർക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരോട് പറഞ്ഞ ചില വാക്കുകളൊക്കെ ഓർക്കുന്നുണ്ടോ? ഇതൊക്കെ വാക്കുകളും അക്ഷരങ്ങളുമാണ്. ഇതിനൊക്കെ ജീവൻ വേണം. ഈ ജീവനുള്ള കാര്യങ്ങൾക്ക് കുറച്ചും കൂടി മനോഹാരിത ഉണ്ടാകും. പ്രിയമുള്ളവരെ, അക്ഷരങ്ങളും വാക്കുകളൊക്കെ അതേപടി നിന്നാൽ ഈ സ്നേഹം എവിടെ പോകും? എല്ലാ അക്ഷരങ്ങൾക്കും എല്ലാ വാക്കുകൾക്കും ഇടയിൽ സ്നേഹമുണ്ടാകട്ടെ. ആ സ്നേഹം കുറച്ചും കൂടി നമ്മളെയൊക്കെ സ്നേഹിക്കാൻ, കുറച്ചും കൂടി പരസ്പരം മനസ്സിലാക്കാൻ പഠിപ്പിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസവും നാഥൻ നടത്തുന്ന വഴികളോർത്തിടുമ്പോൾ, ഒരു ദിവസവും നാഥൻ നടത്തുന്ന വഴികളോർത്തിടുമ്പോൾ, ഓരോന്നോരോന്നായി വർണ്ണിച്ചിടാൻ നാവുകൾ പോരാ, ഓരോന്നോരോന്നായി വർണ്ണിച്ചിടാൻ നാവുകൾ പോരാ.
ഞാൻ വലഞ്ഞപ്പോ ലാസറിന്റെ കല്ലറയ്ക്കൽ കണ്ണുനീർ വാർത്ത സ്നേഹനാഥൻ കൂടെയുണ്ട് കൈവെടിയില്ല. ഒരു ദിവസവും നാഥൻ നടത്തുന്ന വഴികളോർത്തിടുമ്പോ ഓരോന്നോരോന്നായി വർണ്ണിച്ചിടാൻ നാവുകൾ പോരാ. ആത്തിരമ്പും കടലുപോലെ ദുഃഖമേറിയപ്പോ ആത്തിരമ്പും കടലുപോലെ ദുഃഖമേറിയപ്പോ കൂട്ടിനായി വന്നവരും കൂടെ നിന്നില്ല. കൂട്ടിനായി വന്നവരും കൂടെ നിന്നില്ല. ഭയപ്പെടേണ്ട കൂടെയുണ്ട് എന്നുര ചെയ്ത പ്രാണനാഥൻ കൂടെയുണ്ട് കൈവെടിയില്ല. ഒരു ദിവസവും നാഥൻ നടത്തുന്ന വഴികളോർത്തിടുമ്പോ ഓരോന്നോരോന്നായി വർണ്ണിച്ചിടാൻ നാവുകൾ പോരാ. നല്ല വേല ചെയ്ത ദാസൻ എന്നു കേൾക്കുവാൻ, നല്ല വേല ചെയ്ത ദാസൻ എന്നു കേൾക്കുവാൻ, എല്ലാറ്റിലും വിശ്വസ്തനായി വേല ചെയ്തിടാൻ, എല്ലാറ്റിലും വിശ്വസ്തനായി വേല ചെയ്തിടാൻ. കാര്യം തീർക്കും നല്ല നാളിൽ കർത്തൻ മുൻപാകെ നല്ല ദാസൻ എന്നു കേൾക്കാൻ ആഗ്രഹിച്ചിടാം. ഒരു ദിവസവും നാഥൻ നടത്തുന്ന വഴികളോർത്തിടുമ്പോ ഓരോന്നോരോന്നായി വർണ്ണിച്ചിടാൻ നാവുകൾ